ഗൈഡ്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ആദ്യത്തെ ഹായ് എല്ലാം കേട്ടാണല്ലോ, അപ്പം തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ കുഞ്ഞുമണി, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ കേട്ടോ. ഇപ്പം ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇന്ന് വൃശ്ചികനെ കൂടെ ഞങ്ങൾ ഓച്ചിറയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ കുഞ്ഞുമണിയുടെ സ്ഥിരം പരിപാടി. അങ്ങനെ ഞങ്ങളിതേ അമ്പലമെത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വൃശ്ചികമല്ലേ, പിന്നെ 12 വിളക്ക് തുടങ്ങുമല്ലേ, എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരും വരും, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഗണപതി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുവിധം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിതേ നേരെ കഞ്ഞി അടിക്കാൻ പോയി. കഞ്ഞിയും മുതിരയും. കുഞ്ഞുമണിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വീട്ടിലായാലും ശരി തന്നെ, 3 നേരം കഞ്ഞി കൊടുത്താലും കുഞ്ഞുമണി കുടിക്കും. കുഞ്ഞുമണിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു മഴ അങ്ങ് പാസ്സാക്കി. പിന്നെ ഞങ്ങളിവിടെ കയറിയിരുന്ന് അപ്പോഴേക്കും ഞാൻ ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്കും കൂടി ഇരുന്ന് കളിക്കുകയാണ്. ഞാൻ ഇക്കിളാക്കി കൊടുക്കുക, അതിനനുസരിച്ച് ചിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഒരുവിധം മഴ തോന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. ഇത്രയും കടയില്ലേ, എല്ലായിടത്തും ഒന്ന് കയറി കറങ്ങേണ്ടതല്ലേ. അങ്ങനെ ഞങ്ങളിതാ നടന്ന് കമ്മലിൻ്റെ സെക്ഷനിലെത്തി. ഇവിടെ എത്തിയപ്പോഴല്ലേ എന്തെടുക്കണമെന്ന് പറഞ്ഞുള്ള കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അവസാനം കുറേ നേരം നോക്കി ഒരു 2-3 കമ്മലൊക്കെ എടുത്ത്. അല്ലെങ്കിലും നമ്മൾ ഗേൾസ് അങ്ങനെയല്ലേ, വാങ്ങിയില്ലെങ്കിൽ പോലും എല്ലാത്തിലും കയറി നടന്ന് നോക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതേ പൂക്കൾ കാണാൻ ഇറങ്ങി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വാങ്ങാനൊക്കെ. ഞങ്ങൾ വാങ്ങിച്ചതൊന്നുമില്ല, പൂ കാണുമ്പോൾ പിന്നെ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ പിന്നെ നോക്കി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അതിന് ശേഷം ഞങ്ങൾ പാർക്കിലെത്തി. പിന്നെ അമ്മയും കുഞ്ഞുമണിയും പോയി തൊഴുത്. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുമണിക്ക് അവിടെ നിന്ന് പുതിയ ചെരുപ്പ് മേടിച്ചിട്ട് ഷോ കാണിക്കുകയാണ് ഇവിടെ ഓടി നടന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഐസ്ക്രീം കഴിക്കലായി. ഞങ്ങൾ 3 പേര് ഐസ്ക്രീം വാങ്ങി. കുഞ്ഞുമണിക്ക് ഒന്നായിട്ടൊന്നും വാങ്ങിക്കൊടുക്കത്തില്ല കേട്ടോ, ഞങ്ങൾ കഴിക്കുന്നതിൽ കുറച്ച് കൊടുക്കും. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അപ്പോഴത്തേക്കും ഒരു മഴയ്ക്കുള്ള ലക്ഷണം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന്, മഴ പെയ്ത് കഴിഞ്ഞാൽ നനയത്തില്ലേ, അങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് പോവാമെന്ന് കരുതി അങ്ങനെ കുറേ നേരം നിന്ന്. അങ്ങനെ ഒരു മഴയ്ക്ക് ശേഷം പിന്നെയും ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങി. എന്തായാലും ഇവിടം വരെ വന്നേയില്ലേ, സ്നാക്സ് വാങ്ങാതെ എങ്ങനെ പോവും, അതും വീട്ടിൽ അനിയന്മാരുള്ളതല്ലേ. അങ്ങനെ ഇവിടുന്ന് 2-3 പലഹാരമൊക്കെ വാങ്ങിച്ച് അപ്പോഴേക്കും എൻ്റെ ശിവക്കുട്ടി വന്നു. ശിവക്കുട്ടി കുറേ നാളുകൾ ശേഷം കണ്ടോണ്ടാന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് അങ്ങനെ അത്ര വലിയ മൈൻഡൊന്നും ഇല്ല. മുട്ടയൊക്കെ അടിച്ച് ചുന്തിരി മണിയായിട്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലെത്തി. പിന്നെ അത്രയും കുഴഞ്ഞോണ്ട് വീഡിയോ എടുക്കാനുള്ള മൂഡിലൊന്നും അല്ലായിരുന്നു. പിന്നെ അതേ വീട്ടിലെത്തി വാങ്ങിച്ച കളിപ്പാട്ടത്തിൽ ഇരുന്ന് കളിക്കുകയാണ് നീനുമ്മ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.